ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ്. അതായത് പപ്പക്കായ വെച്ചിട്ട് നല്ലൊരു തോരൻ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് പപ്പക്കായാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് മൂത്തത് വേണ്ട, നമുക്ക് ആവശ്യത്തിന് മൂപ്പായത് മാത്രം മതി. ഒരുപാട് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോരൻ തയ്യാറാക്കുമ്പോൾ കുഴഞ്ഞ് ഒരു ഉണ്ട പരുവത്തിലായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഒരുപാട് മൂക്കാത്ത അത്യാവശ്യം മൂപ്പായിട്ടുള്ളൊരു പപ്പക്കായ എടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തോലൊക്കെ ചെത്തി അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ചെറുതായിട്ട് നുറുക്കല്ല ചെയ്യണത്, അതിന് പകരം ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അതാണ് കുറച്ചും കൂടി ഈസി. അതായത് പെട്ടെന്ന് വാടി കിട്ടുകയും ചെയ്യും, നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാനും നല്ല സുഖമാണ്. ടേസ്റ്റും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഗ്രേറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതേ തോലൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇനി ഇത് കഷ്ണങ്ങളാക്കൊന്നും വേണ്ട, ഇത് ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് കഷ്ണം ഒന്നും കൂടി ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. കാരണം ഇത്രയും വലിയ കഷ്ണം വെച്ച് നമ്മൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും കൈ എന്തായാലും കുറച്ച് വേദന എടുക്കും. അപ്പോൾ നിങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഫുൾ പപ്പക്കായ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ബൗളിനടുത്ത് ഗ്രേറ്റ് ചെയ്തത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഗ്രേറ്റിംഗ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന എല്ലാ ഡിഷസും എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. അതായിരിക്കും ആ ഒരു നല്ലൊരു നാടൻ ടേസ്റ്റും മണവും കിട്ടുന്നത് ഈ വെളിച്ചെണ്ണയിൽ ഒഴിച്ച് തയ്യാറാക്കുമ്പോൾ തന്നെ ആയിരിക്കും. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം. കടുകല്ലാതെ നന്നായി പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടണതിന് മുന്നേ കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ കടുകും പകുതി പൊട്ടാതെ എടുക്കും, അതുപോലെ തന്നെ കറിവേപ്പില വേഗം കരിഞ്ഞു പോവുകയും ചെയ്യും. ഇനി അതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ചെറിയ ബൗൾ, അതായത് ഒരു ചെറിയ സവാള, ഒരു മീഡിയം സൈസോ ഒരു ചെറിയ സവാള നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയ്ക്ക് പകരം ഉള്ളി ആയാലും എടുക്കാം. ഉള്ളി ആകുമ്പോൾ ഒരു പിടി ഉള്ളി എടുത്തോട്ടോ. ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ കിട്ടും. ഞാനിവിടെ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചേർത്ത് കൊടുത്ത് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 പീസ് വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാബേജിൻ്റെ ആ ഒരു മണം എന്ന് പറയുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേരുമ്പോഴുള്ള മണമായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഈ പപ്പായ തോരനിലേക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കണില്ല. ആ ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്, മഞ്ഞപ്പൊടിയുടെ കളർ മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് പച്ചമുളക് മാത്രം ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കതിലേക്ക് ചെറുകിയ നാളികേരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം അധികമൊന്നും വേണ്ട, ഒരു ചെറിയ ബൗൾ മാത്രം നാളികേരം ചെറിയത് ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാളയൊക്കെ എടുത്ത ഒരു അതേ ബൗൾ അളവിൽ തന്നെ നാളികേരം ചെറുകിയതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ പപ്പായ തോരൻ നല്ല മൂത്ത പപ്പക്കായയിൽ ചെയ്തെടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. കാരണം നല്ലൊരു മധുരം ഉണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. കാരണം അത് ആകെ കുഴഞ്ഞു പോയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഗസ്റ്റൊന്നും ഇല്ലാതെ നമുക്ക് വേണ്ടി കഴിക്കാനാണെങ്കിൽ നല്ല മൂത്ത പപ്പക്കായയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മധുരം നല്ല കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ അല്ലാതെയൊക്കെ വെക്കുമ്പോൾ ഇതേപോലെ അധികം മൂക്കാത്ത പപ്പക്കായ എടുത്ത് ചെയ്യാം.
ഇപ്പം നാളികേരം ചേർത്തത് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നാളികേരം ചേർത്ത ഉടനെ തന്നെ പപ്പക്കായ അരിഞ്ഞത് ചേർത്ത് കൊടുക്കരുത്. നാളികേരം ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഉലർത്തിയെടുക്കാം. അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ച് കഴിയുമ്പോൾ തന്നെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഊർന്ന് വന്നിട്ട് ഒരു ചെറിയൊരു കുഴഞ്ഞ പോലെ ഇരിക്കും. അപ്പം നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ട് അപ്പം തന്നെ മൂടി വയ്ക്കാതെ കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചിട്ട് ആ ഊർന്ന് വന്ന വെള്ളം ഒന്ന് വറ്റണ വരെ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഇളക്കി ഒന്ന് ഉലർത്തി കൊടുക്കാം. ക്യാബേജ് തോരൻ വെക്കണേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പപ്പായ തോരൻ തന്നെയാണ്. ക്യാബേജ് തോരൻ്റെ ഒക്കെ അതേ മണവും ഒക്കെ തന്നെയായിരിക്കും, പക്ഷേ ടേസ്റ്റ് കുറച്ചും കൂടി എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പപ്പായ തോരനാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നന്നായിരിക്കും. ഇപ്പോൾ ഇതാ പപ്പായ ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്തത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ അത്യാവശ്യം ഒന്ന് വെള്ളം വറ്റിയതിന് ശേഷം വേണം ഒരു 5 മിനിറ്റ് നേരം അല്ലെങ്കിൽ ഒരു 5-7 മിനിറ്റ് നേരം മതിയാവും. കാരണം ഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വാടിക്കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ പപ്പായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു നാടൻ രുചിക്കൂട്ടാണ്. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. അതുതന്നെ വീട്ടിലുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് കറികളൊന്നും ഇല്ലാത്ത ദിവസം പെട്ടെന്ന് ഓടിപ്പോയി തയ്യാറാക്കാൻ പറ്റിയൊരു ഡിഷാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ പറ്റിയൊരു കറിയും കൂടിയാണ്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ കറിയും കൂടിയാണിത്. അപ്പോൾ ഒരു തോരനാണെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയി പോവില്ല, പപ്പായ ആയതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. എല്ലാ ടൈപ്പ് ഫുഡ് ഐറ്റംസും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക.